അമേരിക്കൻ സാമ്പത്തിക ഘടന വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. അതിന് നിരവധിയായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നിപ്പം നിലനിൽക്കുന്ന ഈ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യമാണ്. ഏത് രീതിയിലാണ് അത് യഥാർത്ഥത്തിൽ വെല്ലുവിളികൾ നേരിടുന്നത്? കഴിഞ്ഞ കുറച്ചു നാളായിട്ട് അമേരിക്കൻ സമ്പദ്ഘടന നിരന്തരം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ ഗുഡ്സിനും സർവീസസിനും ഒക്കെ മേൽ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയത്. അത് പല പേരിലൊക്കെ പുള്ളി ചെയ്തു. പിന്നെ റെസിപ്രോക്കൽ താരിഫ് എന്ന്, യൂണിറ്റീവ് താരിഫ് എന്ന് ഒക്കെ പറഞ്ഞിട്ട് പുള്ളി പല രീതിയിൽ ആ താരിഫ് ഏർപ്പെടുത്തി. അപ്പോൾ അതിപ്പോൾ കോടതി റദ്ദാക്കി. അതിനെ തുടർന്ന് ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട്. പക്ഷേ അതൊന്നുമല്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമേരിക്കയെ തുറച്ചു നോക്കുന്നത് ഈ ഇറാൻ യുദ്ധത്തിനെ തുടർന്ന് ലോകത്തെ ഊർജ മാർക്കറ്റുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തകിടം മറിച്ചിലാണ്. അത് ഇന്നലെ അമേരിക്കയുടെ ഷെയർ മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമായിട്ടും ഡോ ജോൺസ് ഇൻഡെക്സ്, അതുപോലെ സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ 500, ഇതൊക്കെ തന്നെ ഈ ഇൻഡെക്സ് ഒക്കെ തന്നെ താഴോട്ട് വന്നു. ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ എനിക്ക് ഡോ ജോൺസ് ആണെന്ന് തോന്നുന്നു 1000 പോയിന്റോളം താഴെ ഇടിയുന്ന ഒരു ഘട്ടമൊക്കെ വന്നിരുന്നു. പിന്നെ പെട്ടെന്ന് കുറെ തിരിച്ചു കയറി. എന്തായാലും ഒടുവിൽ ഏതാണ്ടൊരു 2.5% ഇൻഡെക്സ് ഇടിഞ്ഞു എന്നുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അമേരിക്ക ഇതുകൊണ്ട് അങ്ങ് തകർന്ന് തരിപ്പണമായിട്ട് അമേരിക്കക്കാരെല്ലാം പിച്ചച്ചട്ടി എടുത്ത് ട്രംപ് പാകിസ്ഥാൻ പ്രസിഡന്റിനെ പോലെ ലോകം മുഴുവൻ കറങ്ങി നടക്കുമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് അമേരിക്ക 2-3 കാര്യങ്ങൾക്ക് വേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒന്ന്, അമേരിക്കയുടെ ബഡ്ജറ്റിലെ കമ്മി കുറയ്ക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തേത്, അമേരിക്കയിലെ തൊഴിൽ ഇല്ലായ്മ വളരെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയിൽ പണപ്പെരുപ്പം ഇപ്പോഴും ആ പണപ്പെരുപ്പം കുറയ്ക്കാൻ, ഇങ്ങനെ 3 കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയായിരുന്നു ട്രംപ്. അതിലേറ്റവും മുഖ്യമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ ബജറ്റ് കമ്മി കുറയ്ക്കാനുള്ള ശ്രമത്തിലായി. അമേരിക്ക വൻതോതിൽ കടമെടുത്തിട്ടുണ്ട്. പബ്ലിക് ഡെറ്റ് വലിയ ഭീകരമായ പബ്ലിക് ഡെറ്റാണ് അമേരിക്കയ്ക്ക്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു GDP-യുടെ 130% ഒക്കെ വരും. ഡെറ്റ് ടു GDP റേഷ്യോ അത് വലിയ വലിയ കൂടുതലാണ്. ഇന്ത്യയുടെയൊക്കെ ശരിക്കും 82-83 ആ ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷെ അമേരിക്ക പിടിച്ചു നിൽക്കുന്നത് ഡോളറിന്റെ ശക്തി കൊണ്ട്. കാരണം അമേരിക്കയ്ക്ക് കടം എപ്പോഴും കിട്ടും, അതിനൊരു പ്രശ്നമേ ഇല്ല. അമേരിക്കയുടെ ബോണ്ടുകളിൽ, സർക്കാർ ഇറക്കുന്ന ബോണ്ടുകളിൽ നിക്ഷേപിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അപ്പം കടത്തിൽ ഓടുന്ന ഒരു സംവിധാനം അത് എല്ലാ കാലത്തും ഇങ്ങനെ തുടരാം. അങ്ങനെ തുടരണമെങ്കിൽ ഡോളറിന്റെ മൂല്യം കൂടി നിൽക്കണം. പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിചാരിക്കും ഈ അമേരിക്ക കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഒരുപാട് യുദ്ധം അമേരിക്ക പോരാടിയിട്ടുണ്ട്, എന്നിട്ട് അമേരിക്ക ഒരു പുല്ലുപോലും സംഭവിച്ചിട്ടില്ല. ഒക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ കഴിഞ്ഞ ഒരു 30-40 കൊല്ലങ്ങൾക്കിടയിൽ അമേരിക്കയുടെ പോരാട്ടങ്ങളൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്തു? ഉദാഹരണത്തിന് ഇറാഖ് ആക്രമിച്ച് പിടിച്ചെടുത്തപ്പോൾ, ഇറാഖിനെതിരെ അമേരിക്ക പോരാടിയപ്പോൾ ആ പൈസ മുഴുവൻ ഗൾഫ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ അമേരിക്കയുടെ യുദ്ധത്തിനെ സ്പോൺസർ ചെയ്യാൻ ആളുണ്ടായിരുന്നു. ഇപ്പോ യുക്രൈന് അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുമ്പോൾ തിരിച്ചൊരു കരാറുണ്ട്. യുക്രൈൻ്റെ അപൂർവ ധാതുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ധാതുക്കളും യുക്രൈൻ്റെ എണ്ണ, ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള റിസർവുകളും ഇനി കൈകാര്യം ചെയ്യാനുള്ള ഏക അധികാരം അമേരിക്കയ്ക്കാണ്. അമേരിക്ക വെനിസ്വേല പോയി ആക്രമിച്ചു. അവിടെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, പുല്ല് പോലെ പിടിച്ചെടുത്തു. പക്ഷേ അവിടെ അത് കഴിഞ്ഞപ്പോൾ ഉടനെ അമേരിക്ക ഒരു കാര്യം പറഞ്ഞു, ഈ വെനിസ്വേലയുടെ എണ്ണ വ്യാപാരം ഇനി ഞങ്ങൾ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു പ്രതിസന്ധി ഉള്ളത് ഇറാന്റെ കാര്യത്തിൽ. അത് അത്ര എളുപ്പമല്ല. ഈ ഇറാൻ യുദ്ധം ആര് സ്പോൺസർ ചെയ്തതല്ല. ഇസ്രായേലിന്റെ കയ്യിൽ അത്ര വലിയ പൈസയൊന്നുമില്ല. ഇസ്രായേലിന് നല്ല ടെക്നോളജിയൊക്കെ ഉണ്ട്, പക്ഷെ പൈസയൊന്നുമില്ല അധികം. ആ പൈസ പോലും അമേരിക്കയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും ഈ യുദ്ധത്തിനെ സ്പോൺസർ ചെയ്യാൻ അമേരിക്കയ്ക്കൊന്നും കിട്ടില്ല. ഇത് ഗൾഫ് പറഞ്ഞിട്ട് ചെയ്ത യുദ്ധമല്ല, ഗൾഫും പൈസയൊന്നും കൊടുക്കില്ല. പിന്നെ ആകെയുള്ള സാധ്യത ഇറാനിൽ കുറെ ബോംബിങ്ങും ഒക്കെ നടത്തിയിട്ട് റീകൺസ്ട്രക്ഷൻ കോൺട്രാക്ട് കിട്ടണം. പക്ഷെ ഇറാനിലെ തിയോക്രാറ്റിക് ഭരണകൂടത്തെ
അങ്ങനെ പെട്ടെന്ന് അട്ടിമറിച്ചിട്ട് അമേരിക്കൻ അനുകൂലമായ ഒരു ഭരണ സംവിധാനം ഇറാനിൽ കൊണ്ടുവരും, അതൊക്കെ പെട്ടെന്ന് വരുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. അത്ര ഒരു പഴയ ഒരു ഡൈനാമിക്സ് അല്ല ഈ യുദ്ധത്തിൻ്റെ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം ആര് സ്പോൺസർ ചെയ്യും, ആര് സ്പോൺസർ ചെയ്യില്ല? സ്വന്തം കൈ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി പോരാടുന്ന യുദ്ധമാണ്. ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായിട്ട്, ഒരുപക്ഷെ വിയറ്റ്നാം യുദ്ധമൊക്കെ കഴിഞ്ഞാൽ ആദ്യമായിട്ട് അമേരിക്ക സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ മുടക്കി ചെയ്യുന്ന ആദ്യത്തെ യുദ്ധമാണ്. ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ട്രംപ് ഒരു കാര്യം പറഞ്ഞു, ലോകത്താകെ ഓടി നടന്ന് യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നും അമേരിക്കയ്ക്കില്ല, അമേരിക്കയുടെ പൈസ നഷ്ടപ്പെടുകയാണെന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ നേരെ തിരിഞ്ഞു. ഈ യുദ്ധം അമേരിക്കയുടെ മാത്രമാണ്, ഈ യുദ്ധം ഇസ്രായേലിന്റെ അമേരിക്കയുടേതാണ്. അല്ലെങ്കിൽ അമേരിക്ക ഇത് ഗൾഫിന്റെ യുദ്ധമാക്കി മാറ്റാൻ ശ്രമിക്കും. അതായത് പതുക്കെ പതുക്കെ ഗൾഫിനെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഈ യുദ്ധത്തിൽ ഗൾഫ് പൈസ കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അതൊരു ഭാഗം. ഇനി മറുഭാഗത്ത് യുദ്ധത്തിന്റെ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് എണ്ണവില ക്രമാതീതമായിട്ട് വർദ്ധിക്കും. ഇപ്പം ഞാൻ ഇത്രയും നേരം ഒരു ആമുഖമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ഇപ്പം ഞാൻ ഇത്രയും പറയുന്നത് കേൾക്കുമ്പം ഈ സാമ്പത്തിക നഷ്ടമൊന്നും ഇറാൻ ഉണ്ടാക്കില്ലേ എന്നൊരു ചോദ്യം വരും. അമേരിക്കയേക്കാൾ ഭീകരമായിരിക്കും ഇറാന്റെ അവസ്ഥ. പക്ഷെ ഇറാൻ ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തിയൊന്നുമല്ല. ഇറാന് ഈ രീതിയിൽ ശക്തമായിട്ട് നിലനിന്നാലും ഇറാൻ ഇല്ലാതായാലും ആർക്ക് ചെയ്യാതെ. ഇറാൻ എന്നൊരു രാജ്യം മധ്യപൂർവേഷ്യയിൽ ഇല്ല. ഇപ്പൊ പഴയ ഇറാഖ് ഉണ്ടോ? ഇറാഖ് എന്ന് നമ്മൾ പറഞ്ഞിരുന്ന പഴയ രാജ്യമുണ്ടോ? ഇല്ല. നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന സിറിയയുണ്ടോ? ഇല്ല. അതൊക്കെ മാറിപ്പോയി. ചെറിയ ചെറിയ രാജ്യങ്ങളും അവിടെ അവിടെ ഭരിക്കുന്ന സർക്കാരുകൾക്ക് അതാത് രാജ്യങ്ങളിലെ താന്താങ്ങളുടെ രാജ്യങ്ങളിൽ വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ നിയന്ത്രണമുള്ളൂ. അത് സത്യം പറഞ്ഞാൽ അതൊക്കെ അവിടുത്തെ മാപ്പൊക്കെ മാറ്റി വരച്ചു, ഭൂപടം. അതുപോലെ ഇറാന്റെയും ഭൂപടം ചിലപ്പോൾ മാറ്റി വരയ്ക്കപ്പെടും. ഇറാന് അമേരിക്കയോട് പോരാടി ജയിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട, അതൊന്നും സംഭവിക്കത്തില്ല. കഥകളിൽ മാത്രമാണ് ദാവീദ് ഗൊലായത്തിനെ തോൽപ്പിക്കുന്നത്. യഥാർത്ഥ ലോകത്തിൽ ഗൊലായത്ത് തന്നെയാണ് വിജയിക്കുന്നത്. അപ്പൊ അത് വേറെ വിഷയം. പക്ഷെ എങ്കിലും ഈ രണ്ടു പേർക്കും ഇതിന്റെ തിരിച്ചടി ഉണ്ടാകും. അപ്പൊ അമേരിക്കയുടെ തിരിച്ചടി എന്താണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത്? അതും വലിയൊരു തിരിച്ചടിയാണ്. ഇപ്പം ഞാൻ അതിന്റെ ഒരു സംഭവം പറഞ്ഞാൽ, ഈ രണ്ടാം ലോക മഹായുദ്ധം ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള ശക്തികളാണ് ജയിച്ചത്. ജർമ്മനി തോറ്റുപോയി. പക്ഷെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടുകൂടി ബ്രിട്ടൻ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ബ്രിട്ടൻ ഒന്നുമല്ലാതായി. ഇന്നും അതിൽ നിന്ന് കയറാൻ ബ്രിട്ടന് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയേക്കാൾ അത്ര വലിയ സമ്പദ്ഘടനയൊന്നും അല്ല, ഇന്ത്യയേക്കാൾ വലിയ സമ്പദ്ഘടനയൊന്നും അല്ല ഇപ്പം യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ്റേത്. അതുപോലെ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ, ബ്രിട്ടനിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ജാഗ്വാർ ലാൻഡ് റോവർ. ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന കമ്പനിയാണ് അത്. ഇന്ത്യൻ വ്യവസായ ഗ്രൂപ്പായ ടാറ്റയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കും. യുദ്ധം എന്ന് പറയുന്നത് ശക്തനും ദുർബലനും ഒരുപോലെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ചൈന യുദ്ധത്തിന് പോകാത്തത്. ചൈനയ്ക്ക് അറിയാം യുദ്ധത്തിന് പോകാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് ചൈന ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ അമേരിക്ക, ഞാൻ പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ സമ്പദ്ഘടനയിൽ ഇപ്പോൾ സംഭവിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, പെട്ടെന്ന് തന്നെ പണപ്പെരുപ്പം വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഊർജത്തിന്റെ എണ്ണവില കൂടിയാൽ അമേരിക്കയ്ക്ക് ഗുണമുണ്ട്. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന 3 രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. മറ്റത് സൗദി അറേബ്യ, റഷ്യയുമാണ്. പക്ഷെ അതേസമയം തന്നെ 10-35 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ഈ പറയുന്ന ഇറാന്റെ അല്ലെങ്കിൽ റഷ്യയിൽ പോലും 10-15 കോടി ജനങ്ങളേ ഉള്ളൂ. അത് സൗദിയിൽ 3 കോടി 4 കോടി ജനങ്ങളെ ഉള്ളൂ. 4ഒന്നുമില്ല, 3 ഉള്ളൂ. പക്ഷെ അമേരിക്ക അങ്ങനെയല്ല, വലിയ ജനസംഖ്യയുള്ള രാജ്യം. അവിടെ ഈ പെട്രോളിന്റെ വില കൂടിയാൽ ട്രാൻസ്പോർട്ടേഷൻ അമേരിക്ക മുഴുവൻ കാർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവിടെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തും, വിലക്കയറ്റം ഉണ്ടാകും. അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ വില കൂടുമെങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രയോജനമില്ല. കാരണം ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എണ്ണ വില വർദ്ധിക്കും. ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഇപ്പൊ തന്നെ നാച്ചുറൽ ഗ്യാസ്, LNGയുടെ അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെയും വില $70 കഴിഞ്ഞ കുറച്ച് 2 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ കിടന്നിരുന്ന സ്ഥാനത്തുനിന്ന് ഇപ്പം ബ്രൻഡിന്റെ വില $80 ബാരലിൽ നിന്നുള്ള അതിനടുത്തെത്തി. അതിപ്പം ഇന്നിപ്പോൾ ക്രോസ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റും. ചിലപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പോകും.
ബാരലിന് $100 എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയാൽ, ഇനി അഥവാ 2013 14 ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഭീകര വിലക്കയറ്റമുണ്ട്. ബാരലിന് $130 വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയാൽ സ്വാഭാവികമായിട്ടും ഇത് ഒരു വലിയ പ്രതിസന്ധിയാണ്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കും ഒക്കെ പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ അമേരിക്ക ഈ ലോക പോലീസായ കാരണം അമേരിക്കയ്ക്ക് ബാക്കി ഏത് രാജ്യത്തിനേക്കാളും ചെലവ് കൂടുതലാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. കാരണം ഈ യുദ്ധം നിലനിർത്തുകയും വേണം. ഈ യുദ്ധം പിന്നെ മുന്നോട്ട് പോകും. അതിനുള്ള ഫണ്ട് ആര് കൊടുക്കും? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു മിസൈലിനെ പ്രതിരോധിക്കണമെങ്കിൽ 3 ഇന്റർസെപ്റ്റർ അല്ലെങ്കിൽ 4 ഇന്റർസെപ്റ്റർ മിസൈലുകളായിരിക്കും. ഓരോ ഇന്റർസെപ്റ്റർ മിസൈലിനും ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലിനേക്കാൾ ചെലവ് കൂടുതലും വരും. അപ്പം യുദ്ധം എന്ന് പറയുന്നത് ഇന്ന് വെറും ഒരു പോരാട്ടം എന്നുള്ളത് മാത്രമല്ല, ഒരു സമ്പദ് വ്യവസ്ഥയും ഒരു ഇക്കണോമിക് ഇക്കോസിസ്റ്റവും കൂടാണ് യുദ്ധം. ആ യുദ്ധം എന്ന് പറയുന്നത് ജയിക്കുന്നവനെയും തോക്കുന്നവനെയും ബാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വേഗം യുദ്ധം തീർക്കുന്നതിലാണ് അമേരിക്ക ഇനി ശ്രമിക്കുന്നത്. വേഗം യുദ്ധം തീർത്താലേ ഈ പറയുന്ന വലിയ കുഴപ്പമൊന്നുമില്ലാതെ അമേരിക്കൻ സമ്പദ്ഘടന നിൽക്കും, ഇറാൻ തകരും. അങ്ങനെ അമേരിക്കയെ സംബന്ധിച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാം. എന്തായാലും തൽക്കാലത്തെ അവസ്ഥയിൽ അമേരിക്കയുടെ സമ്പദ്ഘടന വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ GDP ഗ്രോത്ത് നെഗറ്റീവ് ആവാനുള്ള സാധ്യതയാണ് സാമ്പത്തിക വിദഗ്ധർ കാണിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ആഭ്യന്തരമായിട്ട് ഈ താരിഫിന്റെ വിഷയത്തിൽ രാഷ്ട്രം രണ്ടായിട്ട് തിരിഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് ട്രംപിന്റെ തലയിലേക്ക് ബാക്കി എല്ലാ കുഴപ്പങ്ങളുടെയും ഇത് ഉറവിടം ട്രംപ് ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഡെമോക്രാറ്റുകൾ നടത്തും. ബജറ്റ് കമ്മി കൂടുതൽ വർദ്ധിക്കും. അവർക്ക് വീണ്ടും ശരിക്കു പറഞ്ഞാൽ ഈ ബാങ്ക് റേറ്റുകൾ വീണ്ടും ഉയർത്താൻ പറ്റാത്ത ഒരു സ്ഥിതി വരും. എന്തായാലും ആകെ ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുന്ന സ്ഥിതിയായിരിക്കും അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത്. വരും ദിവസങ്ങളിൽ വേഗത്തിൽ യുദ്ധം വിജയിച്ച് അതിൻ്റെ ഗുണഫലങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും അമേരിക്ക ശ്രമിക്കുന്നത്.